Hello, welcome back to my channel Ritz Edu. Today I am going to discuss about fitting of binomial distribution. So in the last class I am talking about binomial distribution. Then what is binomial distribution? Its constants, its properties, assumptions, and how to deal with the simple problems under binomial distribution. Then now I move to fitting of binomial distribution. So there are three important points to be remembered while fitting distribution of binomial. They are: first one, determine the values of P and Q. Then second one, substitute these values in the general binomial function. That is, the general binomial function is equal to NCR P raised to R Q raised to N minus R. Then third step is that the amount obtained from step number 2 is multiplied with the total of frequencies or sigma f. Then we will get the expected frequencies. So while fitting of binomial distribution, there are two important frequencies, that is observed frequencies and expected frequencies. Observed frequency എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ക്വസ്റ്റ്യനിൽ തരുന്ന ഫ്രീക്വൻസിയാണ് ഒബ്സർവ്ഡ് ഫ്രീക്വൻസി. ഈ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ തന്നെ ഞാൻ ഇന്നലെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഇത് ഡിസ്ക്രീറ്റ് ആണോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആണോ എന്ന് എങ്ങനെ മനസ്സിലാവും? അതായത് എക്സ് ആൻഡ് എഫ് ടു കോളംസ് ഉണ്ടാവും. അപ്പോൾ എക്സ് കോളത്തിൽ വേരിയസ് എക്സ് വാല്യൂസ് ഉണ്ടാവും, ദെൻ എഫ് കോളത്തിൽ അതിൻ്റെ റെസ്പെക്റ്റീവ് ഫ്രീക്വൻസീസ് ഉണ്ടാവും. അപ്പോൾ അത് കണ്ടിന്യൂസ് ഇൻ്റർവെൽ അല്ലാണ്ട്, ദാറ്റ് മീൻസ് 0 to 10, 10 to 20 അങ്ങനെ അല്ലാത്ത തരം കേസിലാണെങ്കിൽ അത് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ ഒരു എക്സാമ്പിളാണ് ബൈനോമിയൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞത്. സോ അങ്ങനെയുള്ള ബൈനോമിയൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ ക്വസ്റ്റ്യനിൽ തന്ന ഫ്രീക്വൻസീനെ നമ്മൾ പറയുന്ന പേരാണ് ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസ്. ദെൻ നമ്മൾ ബൈനോമിയൽ ഇക്വേഷൻ പ്രകാരം നമ്മൾ പുതിയ ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്നതിനാണ് നമ്മൾ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. സോ അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്ന ഒബ്സർവ്ഡ് ഫ്രീക്വൻസി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും തമ്മിലുള്ള റിലേഷൻ നോക്കിയിട്ടാണ് നമ്മൾ ഫിറ്റിംഗ് ആണോ അല്ലയോ എന്നുള്ളത് തീരുമാനിക്കൽ. അപ്പോൾ ക്വസ്റ്റ്യനിലുള്ള ഒബ്സർവ്ഡ് ഫ്രീക്വൻസി നമ്മൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ബൈനോമിയൽ പ്രോബബിലിറ്റി ഫംഗ്ഷനായ NCR P raised to R Q raised to N minus R എന്ന് പറയുന്ന ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിനാൽ ആ കിട്ടുന്ന ഫിഗറിനെ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന ഫിഗറിനെ പറയുന്ന പേരാണ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. അപ്പോൾ ആ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസിൻ്റെ ടോട്ടലും നമ്മൾ ക്വസ്റ്റ്യനിൽ തന്ന ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസിൻ്റെ ടോട്ടലും തമ്മിൽ ഈക്വൽ ആകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആകുന്നുണ്ടെങ്കിൽ ആ തന്ന ക്വസ്റ്റ്യൻ ഫിറ്റാണ് എന്നാണ് പറയുക. അതർവൈസ് അത് ഫിറ്റിംഗ് അല്ല. അങ്ങനെയാണ് നമ്മൾ ആൻസർ ചെക്ക് ചെയ്യുക, ഫിറ്റിംഗ് ആണോ അല്ലയോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 സ്റ്റെപ്പ് അത്യാവശ്യമാണ്. അതിലൊന്നാമത്തെ സ്റ്റെപ്പാണ് ഡിറ്റർമിൻ ദ വാല്യൂസ് ഓഫ് P ആൻഡ് Q. സോ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് P എന്താണ് Q. P എന്ന് പറഞ്ഞാൽ probability of success, Q എന്ന് പറയുന്നത് probability of failure. So binomial distribution is the distribution of describing the dichotomous alternatives. അപ്പോൾ these are the dichotomous alternatives, probability success and failure. So P plus Q always 1. Whether P is known, how will you calculate the value of Q? Q is equal to 1 minus P, then P is equal to 1 minus Q. So first of all, determine the values of P and Q. Then second step is that after identifying the values of P and Q, please substitute these values in the normal binomial function or general binomial function or general binomial formula. That formula is NCR. That formula is NCR P raised to R Q raised to N minus R. N stands for number of trial performed, R stands for number of success, then P stands for probability of success, then Q stands for probability of failure. So after substituting the values of P and Q in this equation, we have got a value. That value is multiplied with the total of frequencies or sigma f, then we will get the expected frequency. So ഈ expected frequency ആണ് നമ്മൾക്ക് കിട്ടുന്ന ആൻസർ. ഈ expected frequencyൻ്റെ ടോട്ടൽ നമ്മൾ ക്വസ്റ്റ്യനിൽ തന്ന ഒബ്സർവ്ഡ് ഫ്രീക്വൻസിൻ്റെ ടോട്ടലിന് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രോബ്ലം ഫിറ്റാണ്, അല്ലെങ്കിൽ അതർവൈസ് നോട്ട് ഫിറ്റ് എന്ന് എഴുതേണ്ടി വരും.
സോ ഇങ്ങനെയാണ് ഫിറ്റിങ്ങുമായി ബന്ധപ്പെട്ടുള്ള തിയറി. സിംപ്ലിഫൈ ചെയ്തിട്ട് പറയുകയാണ്. സോ നമുക്ക് ഇത് ഒരു പ്രോബ്ലത്തിലൂടെ ക്ലിയർ ആയിട്ട് ഒന്നുകൂടി നമുക്ക് ചെയ്ത് നോക്കാം. സോ ഹിയർ ദർ ഇസ് എ ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് 8. Listen the question carefully. 8 coins are tossed 256 times. Find the expected frequencies and find its mean and standard deviation. Also calculate the mean and standard deviation of observed frequencies. സോ ഇവിടെ നമ്മൾ ചെയ്യുന്നത് 8 കോയിന് 256 പ്രാവശ്യം ടോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ടോസ് ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കണ്ടുപിടിക്കേണ്ട ഫ്രീക്വൻസി എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയാണ്. നമ്മൾ ക്വസ്റ്റ്യനിൽ തരുന്ന ഫ്രീക്വൻസിയാണ് ഒബ്സർവ്ഡ് ഫ്രീക്വൻസി. ആ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസിൻ്റെ ആഫ്റ്റർ ഐഡൻറ്റിഫൈയിങ് ദ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ്, ദെൻ ആ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് ഉപയോഗിച്ചിട്ട് നമ്മൾ അതിൻ്റെ മീനും അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കണം. അതുകൂടാണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഓൾസോ കാൽക്കുലേറ്റ് ദ എക്സ് ബാർ ആൻഡ് എസ് ഡി ഓഫ് ഒബ്സർവ്ഡ് ഫ്രീക്വൻസി. അപ്പോൾ എവിടെ നിന്നാണ് ഈ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി കിട്ടുക? ഒബ്സർവ്ഡ് ഫ്രീക്വൻസി നമ്മൾ ക്വസ്റ്റ്യനിലുള്ള ഫ്രീക്വൻസിയാണ്, അതിൻ്റെ മീനും അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ഫ്രീക്വൻസീൻ്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ദെൻ ക്വസ്റ്റ്യനിലുള്ള ഫ്രീക്വൻസീൻ്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇത് രണ്ടുമാണ് കണ്ടുപിടിക്കേണ്ടത്. സോ എങ്ങനെയാണ് നമ്മൾ ബൈനോമിയൽ പ്രോബബിലിറ്റി ഫംഗ്ഷൻ അല്ലെങ്കിൽ ബൈനോമിയൽ ഫോർമുല ഉപയോഗിച്ചിട്ട് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് കണ്ടുപിടിക്കുക? എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് കണ്ടുപിടിച്ചാലാണ് നമുക്ക് ഫിറ്റ് ആണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാവും. സോ ഇത് 8 coins are tossed 256 times. സോ നമ്മൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ, ഇത് 2 കോളാക്കിയിട്ട് ഇവിടെ കോയിൻ ആയതുകൊണ്ട് നമ്പർ ഓഫ് ഹെഡ്സ് അറ്റ് എ ത്രോ, ദെൻ സെക്കൻഡ് കോളം ഫോർ ഫ്രീക്വൻസി. 8 coins ഉണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. 0 1 2 3 4 5 6 7 8. ദെൻ അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. 0 ആകുമ്പോൾ 2, 1 ആകുമ്പോൾ 6, 2 ആകുമ്പോൾ 30, 3 ആകുമ്പോൾ 52, 4 ആകുമ്പോൾ 67, 5 ആകുമ്പോൾ 56, 6 ആകുമ്പോൾ 32, 7, 10, 8, 1. ഇതാണ് ക്വസ്റ്റ്യൻ. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെയാണ് ഫിറ്റ് ആണോ അല്ലയോ എന്നുള്ളത് തീരുമാനിക്കുക. അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ കാര്യം, സോ ലെറ്റ്സ് വി ഡു ദ പ്രോബ്ലം സൊല്യൂഷൻ. ശ്രദ്ധിക്കുക. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് നമ്മൾ പറഞ്ഞത്? ഐഡൻറ്റിഫൈ ദ വാല്യൂസ് ഓഫ് പി ആൻഡ് ക്യൂ. സിൻസ് ദ കോയിൻ ഈസ് ടോസ്ഡ്, ക്വസ്റ്റ്യൻ ഇറ്റ് സെൽഫ് 8 coins are tossed 256 times. 8 coins are tossed 256 times. So if a coin is tossed, what is the value of P and what is the value of Q? So P is equal to 1/2 and Q is equal to 1/2. Then what is N here? N here 8 coins are tossed 256 times. N is equal to 8. So these are the value given in the question. So by using this value, how will you arrive at expected frequencies? So in order to calculate the expected frequencies, we need to draw 3 columns on the answer part. First column for number of heads at each throw, then second column for binomial probability function, that is NCR P raised to R Q raised to N minus R, then third column for expected frequency. ഈ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണ് നമ്മൾ സൊല്യൂഷൻസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് കോളം ക്വസ്റ്റ്യനിലെ പോലെ തന്നെ അതേപോലെ ഫിൽ ചെയ്യുക. 1 0 1 2 3 4 5 6 7 8. Then apply the value in the binomial probability function of NCR P raised to R Q raised to R. So N here 8 C 0 R എന്ന് പറഞ്ഞാൽ ഓരോ ത്രോയിലും കിട്ടുന്ന ഹെഡാണ്. അപ്പോൾ ഫസ്റ്റിൽ 0 ആണ്. അപ്പോൾ 8C 0 ഇൻറ്റു 1/2 raised to 0 ഇൻറ്റു 1/2 raised to 8 minus 0. അതുപോലെ ഇത് 8C 1 ഇൻറ്റു 1/2 raised to 1 ഇൻറ്റു 1/2 raised to 8 minus 1. അങ്ങനെ ഓരോന്നും അപ് ടു 8 വരെ ഇങ്ങനെ നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ രണ്ടാമത്തേത് വരുമ്പോൾ 8C 2 ഇൻറ്റു
1/2 raised to 2 into 1/2 raised to 8 minus 2. 8c3 into 1/2 raised to 3 into 1/2 raised to 8 minus 3. അങ്ങനെ goes on continuing up to 8c8. ഇങ്ങനെ ഓരോന്നും നമ്മൾ എന്ത് ചെയ്യുക, പ്രോബബിലിറ്റി ഫംഗ്ഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇത് നമ്മൾ അപ്ലൈ ചെയ്തതിനാൽ ഇപ്പോൾ ആദ്യത്തെ സൊല്യൂഷൻ നോക്കുക. 8c0 ഞാൻ ഇന്നലെ പറഞ്ഞു തന്നിട്ടുണ്ട്. 8c0ൻ്റെ വാല്യൂ ഒന്നെങ്കിൽ ബൈനോമിയൽ ടേബിൾ, പ്രോബബിലിറ്റി ടേബിൾ, സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമ്മൾക്ക് കോമ്പിനേഷൻ ഫോർമുല പ്രകാരം NCR P raised to R Q raised to n-R എന്ന ഫോർമുല ഉപയോഗിച്ചിട്ട് 8c0ൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. സോ ഈ 8c0ൻ്റെ വാല്യൂ 1 ആണ് വരുന്നത്. ആ 1 into 1/2 raised to 0, ഏതൊരു സംഖ്യൻ്റെയും കൃതി 0 ആയാൽ ആ സംഖ്യൻ്റെ വാല്യൂ 1 ആണ്. So 1 into 1 into 1/2 raised to 8 minus 0 means 1/2 raised to 8 itself. 8 നിന്ന് 0 പോയി 8 itself. So 1/2 raised to 8. ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിൽ നമുക്ക് കിട്ടുന്ന ഓരോ ഇക്വേഷനിലെ ടേമിനും നമുക്കൊരു ആൻസർ കിട്ടും. ആ കിട്ടുന്ന ആൻസറാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ദ ഫിഗർ ഒബ്റ്റെയിൻഡ് ഇൻ ദ സ്റ്റെപ്പ് നമ്പർ 2. നേരത്തെ നിങ്ങളുടെ അടുത്ത് തിയറി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂസ് ഓഫ് P and Q in the binomial general function, then after substituting the amount obtained in step number 2. So this is the step number 2, second column. So ഈ സെക്കൻഡ് കോളത്തിൻ്റെ ഓരോ ടേം 0 ആകുന്ന സമയത്ത് കിട്ടുന്ന ആൻസർ, 1 ആകുന്ന സമയത്ത് കിട്ടുന്ന ആൻസർ, 2 ആകുന്ന സമയത്ത് കിട്ടുന്ന ആൻസർ, അങ്ങനെ ഓരോ കിട്ടുന്ന ആൻസറും നമ്മൾ തേർഡ് കോളത്തിൽ എന്ത് ചെയ്യണം, ആ കിട്ടുന്ന ആൻസറിൻ്റെ കൂടെ, അതായത് ആ കോളത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയാണ് കോളം നെയിം, നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സെക്കൻഡ് കോളം ഇൻറ്റു സിഗ്മ എഫ്, സെക്കൻഡ് കോളം ഇൻറ്റു സിഗ്മ എഫ്. അപ്പോൾ സെക്കൻഡ് കോളം മീൻസ് ഇത്. അപ്പോൾ ഓരോ ടേമും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന വാല്യൂവിൻ്റെ കൂടെ ടോട്ടൽ ഓഫ് ഫ്രീക്വൻസിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്നാണ് ടോട്ടൽ ഓഫ് ഫ്രീക്വൻസി കിട്ടുക. ടോട്ടൽ ഓഫ് ഫ്രീക്വൻസി എങ്ങനെ കിട്ടുക, നമ്മൾ ക്വസ്റ്റ്യനിലുള്ള ഫ്രീക്വൻസി തമ്മിൽ ആഡ് ചെയ്ത് നോക്കുക. അപ്പോൾ ടോട്ടൽ ഓഫ് ഫ്രീക്വൻസി കിട്ടും. ക്വസ്റ്റ്യനിലെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2, 6, 30, 52, 67, 56, 32, 10, 1. ഇത് മൊത്തത്തിൽ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നുണ്ട് 256 എന്ന്. അതിവിടെ ക്വസ്റ്റ്യനിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. 8 coins are tossed 256 times. If the question is silent about this 256, then how will you calculate this total? By adding the individual frequencies, then we will get the total of sigma f. So ഈ ഓരോ കോളത്തിലും കിട്ടുന്ന വാല്യൂ, സപ്പോസ് ഇപ്പോൾ ഫസ്റ്റത്തെ ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0.0033906 അങ്ങനെ വലിയൊരു ഡെസിമലിലുള്ളൊരു നമ്പറാണ്. അതിനെ 256നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ ഓരോന്നും കിട്ടുന്ന ടേമിനെ 256നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മൾക്ക് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കിട്ടും. സോ ഫസ്റ്റത്തെ സൊല്യൂഷൻ ചെയ്തതിനാൽ ഫസ്റ്റത്തെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കിട്ടുന്നത് 1 ആണ്. സെക്കൻഡ് സൊല്യൂഷൻ ചെയ്തതിനാൽ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കിട്ടുന്നത് 8, ദെൻ തേർഡിലുള്ളത് 28, ദെൻ ഫോർത്തിലുള്ളത് 56. ഇത് ഞാൻ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച ഫിഗറാണ്. ഇവിടെ സമയം ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആൻസർ മാത്രം പറയുന്നത്. 56. ഐ ഹോപ്പ് യു all are clear. Then 70, 56, then 28, 8 and 1. So this is the expected frequencies. Listen, 1, 8, 28, 56, 79, 56, 28, 8 and 1. അപ്പോൾ ഇതാണ് നമ്മൾ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. അപ്പോൾ നമ്മളോട് ആദ്യം ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഫൈൻഡ് ദ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ്. അപ്പോൾ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് കിട്ടിയല്ലോ, എങ്ങനെയാണ് കിട്ടിയതെന്ന് മനസ്സിലായി തോന്നുന്നു. നമ്മൾ P and Qൻ്റെ വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം ഈ ഓരോ വാല്യൂ നമ്മളെ ജനറൽ ബൈനോമിയൽ ഫംഗ്ഷനായ NCR P raised to R Q raised to n-R എന്ന് പറയുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന ആൻസറാണ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. സോ നമ്മൾ ഫസ്റ്റ് പാർട്ട് ഈസ് ഓവർ. ഇനി എന്താ ചെയ്യേണ്ടത്, ആൻഡ് ഫൈൻഡ് ഇറ്റ്സ്, ഇത് ക്വസ്റ്റ്യൻ വൺസ് അഗെയിൻ, ഫൈൻഡ് ദി എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് ആൻഡ് ഫൈൻഡ് ഇറ്റ്സ് മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇറ്റ്സ് മീൻസ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീൻ്റെ മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സോ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മൾ എന്ത് ഉപയോഗിച്ചിട്ട് കണ്ടുപിടിച്ചതാണ്, നമ്മൾ
ബൈനോമിയൽ പ്രോബബിലിറ്റി ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ചതാണ്. സോ ഞാൻ ഇന്നലെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ബൈനോമിയൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു മീൻ. ദർ ആർ ടു കോൺസ്റ്റൻസ് ഇൻ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. മീൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എക്സ് ബാർ ഇസ് ഈക്വൽ ടു എൻ പി. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനുള്ള ഫോർമുല റൂട്ട് എൻ പി ക്യു ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂ എക്സ് ബാർ, ദാറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. നമ്മളിപ്പോൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയുടെ മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ്. മാറിപ്പോകരുത്. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എല്ലാവരും തെറ്റിക്കുന്ന ഒരു ഏരിയ ആണിത്. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിൻ്റെ മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ബൈനോമിയൽ പ്രോബബിലിറ്റി ഫംഗ്ഷൻ ഇക്വേഷൻ ഉപയോഗിച്ച് കിട്ടിയ വാല്യൂ ആണ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. വേറെ ക്വസ്റ്റ്യനിലുള്ള ഫ്രീക്വൻസിയാണ് ഒബ്സർവ്ഡ് ഫ്രീക്വൻസി. രണ്ടും എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആണ്. സോ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിൻ്റെ മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ കോൺസ്റ്റൻസ് ഓഫ് ബൈനോമിയൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ്റെ ഫോർമുല ദാറ്റ് ഈസ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു എൻ പി. സോ എൻ ഈസ് എക്സ് ബാർ ഇസ് ഈക്വൽ ടു എൻ 8 ആണ്. 8 coins are tossed for 256 times ആണ്. സോ n is equal to 8. 8 into what is p here? If a coin is tossed, what is the probability of getting head? Getting head is 1/2 and probability of getting tail is also 1/2. So 8 into 1/2, that's equal to 4. This is the mean of expected frequencies. Then how to calculate the standard deviation expected frequencies? Root standard deviation of expected frequency is equal to root NPQ. So substitute n 8, p 1/2, also q 1/2. So 8 into 1/2 into 1/2 under root. So root of 2 is equal to 2 ൻ്റെ റൂട്ട് എത്രയാണ് വരുന്നത്? 1. എക്സാക്റ്റ് ഡെസിമൽ വാല്യൂ വരും. 2 ൻ്റെ റൂട്ട് വരുന്നത് 1.414. 1.414. This is the standard deviation of expected frequencies. So നമ്മൾ expected frequency കണ്ടുപിടിച്ചു. Then നമ്മൾ കണ്ടുപിടിച്ചത് expected frequency കണ്ടുപിടിച്ചു. പിന്നെ നമ്മൾ കണ്ടുപിടിച്ചത് expected frequencyൻ്റെ മീൻ നമ്മൾ കണ്ടുപിടിച്ചു. എക്സ് ബാർ ഇസ് ഈക്വൽ ടു എൻ പി എന്ന ഫോർമുല ഉപയോഗിച്ചിട്ട് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിൻ്റെ മീൻ കണ്ടുപിടിച്ചു. ദെൻ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിച്ചു 1.414. ഇനി നമ്മളടുത്ത് പറഞ്ഞത് ഓൾസോ ഫൈൻഡ് ഔട്ട്. സി ദ ക്വസ്റ്റ്യൻ വൺസ് അഗെയിൻ. ഓൾസോ കാൽക്കുലേറ്റ് എക്സ് ബാർ ആൻഡ് എസ് ഡി ഓഫ് ഒബ്സർവ്ഡ് ഫ്രീക്വൻസി. അപ്പോൾ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും മാറാൻ പാടില്ല. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി വൺസ് അഗെയിൻ please remind your memory, expected frequencies are the frequencies obtained by substituting the values of p and q in the general binomial function, whereas observed frequencies are the frequencies which are given in the question by observing the random experiment of tossing a coin for 256 times. That is observed frequency. Then now we move to the calculation of mean and standard deviation of observed frequencies. Mean and standard deviation of observed frequencies. അപ്പോൾ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർമുല എന്തല്ല, ഇപ്പം നമ്മൾ നേരത്തെ ഉപയോഗിച്ചതുപോലെ എക്സ് ബാർ ഇസ് ഈക്വൽ ടു എൻ പി, എസ് ഡി ഇസ് ഈക്വൽ ടു റൂട്ട് എൻ പി ക്യു അല്ല. ഇവിടെ നമ്മൾ നമ്മൾ പണ്ട് പഠിച്ചതുപോലെ ചെറിയ ക്ലാസ്സിൽ ഡിഗ്രി ഫസ്റ്റ് ഇയറിനൊക്കെ നമ്മൾ പഠിച്ചതുപോലെ അല്ലെങ്കിൽ +1 +2 കോമേഴ്സ് പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചതുപോലെ ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ്റെ മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കാനുള്ള ഫോർമുല. ഒരുപാട് മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഉണ്ട്. നമ്മൾ ഓർക്കുന്നുണ്ടോയെന്നറിയില്ല. സ്റ്റെപ്പ് ഡീവിയേഷൻ മെത്തേഡ്, ഡയറക്റ്റ് മെത്തേഡ്, സ്റ്റെപ്പ് ലാഡർ മെത്തേഡ്, ഷോർട്ട് കട്ട് മെത്തേഡ്, അങ്ങനെ പല മെത്തേഡുകളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങളാരും അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് നിങ്ങൾ പോകണ്ട. അപ്പോൾ നിങ്ങൾ ഒരു ഫോർമുല മാത്രം പഠിക്കുക, എല്ലാത്തിനും അതിനെ അപ്ലൈ ചെയ്യാം. എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ എൻ. അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഫോർമുല റൂട്ട് ഓഫ് സിഗ്മ എഫ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ എൻ മൈനസ് സിഗ്മ എഫ് എക്സ് ബൈ എൻ ദി ഹോൾ സ്ക്വയർ. പ്ലസ് സി ദ ഫോർമുല എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ എഫ് എക്സ് ബൈ എൻ, എസ് ഡി ഇസ് ഈക്വൽ ടു
root of sigma fx square by n minus sigma fx by n the whole square. So sigma fx by n. അപ്പോൾ sigma fx by n നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ നേരത്തെ തന്ന ക്വസ്റ്റ്യൻ എക്സും എഫും എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. ഇവിടുത്തെ നമ്പർ ഓഫ് ഹെഡ്സ് അറ്റ് എ ത്രോ എന്നുള്ളത് എക്സ് ആയിട്ടും ഫ്രീക്വൻസി എഫ് ആയിട്ടും നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എക്സ് ബാറിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് നമ്മൾ എഴുതേണ്ടത് കാൽക്കുലേഷൻ ഓഫ് എക്സ് ബാർ ആൻഡ് എസ് ഡി ഓഫ് observed frequency. So first column for x, second column for f, third column for fx. മുമ്പേ നമ്മൾ പഠിച്ച പോലെ so first column 0 1 2 3 4 5 6 7 8. Then f question നോക്കിയിട്ട് എഴുതാം. f is given in the question 2 6 30 52 67 56 32 10 1. This is frequency is given in the question or it is observed frequency. Then multiply the first column with the second column, that is 2 into 0 0. അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. അത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വരും ഫിഗർ 1 6 are 6 2 into 6 2 into 0 0 1 6 are 6 20 56 then 156 268 അങ്ങനെ goes on continuing fx. ഈ fxൻ്റെ ടോട്ടൽ 1040 1040 കിട്ടും. ഓരോ വാല്യൂ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. 0 into 2 1 into 6 2 into 30 4 into 52 5 into 67 6 into 56 7 into 32 8 into 10 8 into 7 into 10 and 8 into 1. അങ്ങനെ ഓരോന്ന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് എന്ത് കിട്ടും? 1040 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. So this is sigma fx. So by substituting the value here, x bar is equal to sigma fx by n, that is 1040. 1040 is the x bar. 1040 divided by how much? What is n here? N here total of frequency 256. നമ്മൾ നേരത്തെ അത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മളത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ 1040 divided by 256, how much is the answer? So here observed frequency in x bar എന്ന് പറയുന്നത് x bar is equal to 1040 divided by 256. Then x bar എന്ന് പറയുന്നത് 4.0625 അറൗണ്ട് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിൻ്റെ മീൻ തന്നെയാണ്. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിൻ്റെ മീൻ ഷാർപ്പ് 4 കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസിൻ്റെ മീൻ 4.0625. ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓൾറെഡി ഫോർമുല പറഞ്ഞിട്ടുണ്ട്. സിഗ്മ fx square by n minus sigma fx by n the whole square. So provide along with this x f fxൻ്റെ കോളം കൂടാണ്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ട കോളം എക്സ് സ്ക്വയറിനൊരു കോളം പ്രൊവൈഡ് ചെയ്യാം, അതുപോലെ എഫ് എക്സ് സ്ക്വയറിനൊരു കോളം പ്രൊവൈഡ് ചെയ്യാം. എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെയുള്ള ഫസ്റ്റ് കോളത്തിൻ്റെ സ്ക്വയർ, 0ൻ്റെ സ്ക്വയർ 1ൻ്റെ സ്ക്വയർ 2ൻ്റെ സ്ക്വയർ 3ൻ്റെ സ്ക്വയർ 4ൻ്റെ സ്ക്വയർ അങ്ങനെ ഓരോന്നോരോന്ന് താഴെ എഴുതാം. പിന്നെ എഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെയുള്ള എക്സ് സ്ക്വയറിനെ ക്വസ്റ്റ്യനിൽ എഫ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് 0ൻ്റെ സ്ക്വയർ 0 0 into 2 0 itself, എഫ് എക്സ് സ്ക്വയർ 0 വരും. അതുപോലെ 1ൻ്റെ സ്ക്വയർ 1 1 into 6 6 അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക. അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ഇവിടെ 0 6 120 168 1872 1400 അങ്ങനെ ഇതിൻ്റെ ടോട്ടൽ
4772 എന്ന് കിട്ടും. 4772 എന്ന് കിട്ടും സിഗ്മ എഫ് എക്സ് സ്ക്വയറിൻ്റെ ടോട്ടൽ. അതുപോലെ സിഗ്മ എഫ് എക്സിൻ്റെ ടോട്ടൽ 1040. So by substituting the value in the formula of standard deviation, so standard deviation is equal to root of sigma fx square by n. So നമ്മളിപ്പോൾ സിഗ്മ എഫ് എക്സ് സ്ക്വയറിൻ്റെ ടോട്ടലാണ് കണ്ടുപിടിച്ചത്. എത്രയാണ് പറഞ്ഞത്? 4772. 4772 ഡിവൈഡ് ബൈ n നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട് 256 മൈനസ് എന്താ പറഞ്ഞത് ഫോർമുലയിൽ സിഗ്മ എഫ് എക്സ് സ്ക്വയർ ബൈ എൻ മൈനസ് സിഗ്മ എഫ് എക്സ് ബൈ എൻ ദി ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും ഒരു കാൽക്കുലേഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഓൾറെഡി മീനിന് വേണ്ടിയിട്ട് സിഗ്മ എഫ് എക്സ് ബൈ എൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവിടെ തൊട്ട് മേലത്തെ സ്റ്റെപ്പിൽ നമ്മൾ സിഗ്മ എഫ് എക്സ് ബൈ എൻ 1040 ഡിവൈഡ് ബൈ 256 ഈസ് ഈക്വൽ ടു 4.0625 എന്ന് പറയുന്ന ഒരു വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ വാല്യൂവിൻ്റെ സ്ക്വയർ ചെയ്താൽ മതി ഇപ്പുറം. സോ 4.0625 സ്ക്വയർ. സോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഇങ്ങനെ വരും 18.64062 മൈനസ് 16.503906 അണ്ടർ റൂട്ട്. അപ്പോൾ റൂട്ട് ഏറ്റവും ലാസ്റ്റേ കാണാൻ പാടില്ല, ലാസ്റ്റ് സ്റ്റെപ്പ് വരെ റൂട്ട് എഴുതണം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, ഇവിടെ ഇതിൽ 18.64 സംതിങ് 16.64 സംതിങ് സബ്ട്രാക്ട് ചെയ്യുക. അപ്പം നമുക്ക് കിട്ടുന്നത് 2.13671 ആണ്. അതിനുശേഷം ലാസ്റ്റ് ഇതിൻ്റെ റൂട്ട് കാണാം. റൂട്ട് 2.13671 ഈസ് ഈക്വൽ ടു 1.462. ദിസ് ഈസ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസ്. നമ്മൾ നേരത്തെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അത് 1.414 ആണ് കിട്ടിയത്. നമ്മൾ റൂട്ട് NPQ എന്നുള്ള ഫോർമുല ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്തത്. ഇപ്പോൾ നമ്മൾ ഒബ്സർവ്ഡ് ഫ്രീക്വൻസീൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമ്മൾ കണ്ടുപിടിച്ചു. ഇത് 1.462. ഇനി നമ്മുടെ ഇവിടുത്തെ ടോപ്പിക്ക് എന്താണ്? ഫിറ്റിംഗ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്ത പ്രോബ്ലം ഫിറ്റാണോ അല്ലയോ എന്നുള്ളത് നമ്മൾ ടെസ്റ്റ് ചെയ്യണം. അതാണ് നമ്മൾ കൺക്ലൂഡിങ് സെൻറ്റൻസ് ആയിട്ട് നമ്മൾ എഴുതേണ്ടത്. സോ ഇതെങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ക്വസ്റ്റ്യനിലുള്ള ഒബ്സർവ്ഡ് ഫ്രീക്വൻസീൻ്റെ ടോട്ടൽ 256 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുമല്ലെങ്കിൽ നമ്മളത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 + 6 + 30 + 52 + 6 7 + 56 + 32 + 10 + 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 256 കിട്ടും. ഈ 256 എന്ന് പറയുന്ന ടോട്ടൽ ഏതിനോട് മാച്ച് ആണോ നോക്കണം. നമ്മളിപ്പോൾ കണ്ടുപിടിച്ച ബൈനോമിയൽ പ്രോബബിലിറ്റി ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ച എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഉണ്ടല്ലോ, ആ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസിൻ്റെ ടോട്ടലിന് മാച്ച് ആണോ നോക്കണം. സോ ആ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസിൻ്റെ ടോട്ടൽ നമ്മൾ ടോട്ടൽ ചെയ്ത് നോക്കണം. അതായത് 1 + 8 + 28 + 56 + 70 + 56 + 28 + 8 + 1 ഇത് നമ്മൾ മൊത്തത്തിൽ കൂട്ടിക്കഴിഞ്ഞാൽ 256 കിട്ടും. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, 256 കിട്ടും. സോ എന്തായി? ക്വസ്റ്റ്യനിലുള്ള ഒബ്സർവ്ഡ് ഫ്രീക്വൻസീൻ്റെ ടോട്ടലും 256 തന്നെയാണ്. നമ്മളിപ്പോൾ കണ്ടുപിടിച്ച എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീൻ്റെ ടോട്ടലും 256 ആണ്. അപ്പോൾ എന്തായി? ഇത് ഫിറ്റ് ആയല്ലോ, രണ്ടും ഈക്വൽ വാല്യൂ ആയല്ലോ. സോ നമ്മൾ ലാസ്റ്റ് കൺക്ലൂഡിങ് സെൻറ്റൻസ് എഴുതേണ്ടത്, ഹിയർ ദ ടോട്ടൽ ഓഫ് ഒബ്സർവ്ഡ് ഫ്രീക്വൻസീസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ ബ്രാക്കറ്റിൽ ദാറ്റ് ഈസ് 256 ഈസ് ഈക്വൽ വിത്ത് ദ ടോട്ടൽ ഓഫ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ്. സോ ദിസ് ഡിസ്ട്രിബ്യൂഷൻ ഈസ് ഫിറ്റഡ്. അങ്ങനെ ലാസ്റ്റ് ഒരു കൺക്ലൂഡിങ് സെൻറ്റൻസ് എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്കായി. So in this way we are fitting binomial distribution to the observed frequencies. I hope you all are clear. ഇനി സപ്പോസ് ഇവിടെ ഇപ്പോൾ കറക്റ്റായിട്ട് 256 തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. മേ ബി ചില കേസിൽ ഡെസിമലെല്ലാം വരുന്ന കേസിൽ 256 കറക്റ്റായിട്ട് കിട്ടില്ല. അത് നമ്മൾ എടുക്കുന്ന റൗണ്ടിങ്ങിൻ്റെ എല്ലാം പ്രശ്നം കാരണം ഒന്നെങ്കിൽ 255 254 അങ്ങനെ അപ്രോക്സിമേറ്റ് ഒരു വാല്യൂ കിട്ടും. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാലും എന്താണിത്? ഫിറ്റിംഗ് ആണ്. ഒരു വലിയൊരു ഡിഫറൻസ് ഒന്നും ഇല്ലാത്തൊരു എമൗണ്ട് ആണ്. ഒരു 1 2 3 4 ഈവൻ 5ൻ്റെ ഷോർട്ടേജ് എല്ലാം വരുന്ന ഇതാണെങ്കിലും അത് ഫിറ്റിംഗ് ആണ്. അപ്പോൾ എന്നാലും നിങ്ങൾ ഫിറ്റായി എന്നുള്ള കൺക്ലൂഡിങ് സെൻറ്റൻസ് അവിടെ എഴുതണം. സോ മനസ്സിലായല്ലോ, വെരി സിമ്പിളായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ
ഫിറ്റാണോ അല്ലയോ എന്നുള്ളത് മനസ്സിലാക്കൽ. ഓർമ്മിക്കണം, ഈ 3 സ്റ്റെപ്പ് ഇത് നിങ്ങൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. ആദ്യം പി ആൻഡ് ക്യൂവിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, ദെൻ പി ആൻഡ് ക്യൂവിൻ്റെ വാല്യൂ ബൈനോമിയൽ പ്രോബബിലിറ്റി ഫംഗ്ഷനിൽ അപ്ലൈ ചെയ്യുക, NCRP റേസ് ടു ആർ ക്യൂ റേസ് ടു n മൈനസ് ആറിൽ അപ്ലൈ ചെയ്യുക. പിന്നെ അപ്ലൈ ചെയ്ത് കിട്ടുന്ന ഓരോ ടേമിൻ്റെയും പ്രോബബിലിറ്റി ഏതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ടോട്ടൽ ഓഫ് ഫ്രീക്വൻസിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് കോളത്തിൽ കിട്ടുന്ന ഫിഗറാണ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ. സോ ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും ക്വസ്റ്റ്യനിലുള്ള ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും നമ്മളിപ്പോൾ കണ്ടുപിടിച്ച എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും തമ്മിൽ മാച്ച് ആയിട്ടുണ്ടെങ്കിൽ ആ ഡിസ്ട്രിബ്യൂഷൻ ഫിറ്റാണ്, അതർവൈസ് അത് ഫിറ്റിംഗ് അല്ല. ഓക്കെ, ദെൻ ഒബ്സർവ്ഡ് ഫ്രീക്വൻസീൻ്റെ മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പണ്ട് പഠിച്ച എക്സ് ബാർ ഇസ് ഈക്വൽ ടു സിഗ്മ FX/n എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിക്കുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഫോർമുല വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ √സിഗ്മ FX² ഡിവൈഡ് ബൈ n മൈനസ് സിഗ്മ FX/n ദി ഹോൾ സ്ക്വയർ ഉപയോഗിക്കാം. ഇനി നമ്മൾ കണ്ടുപിടിച്ച എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീൻ്റെ മീൻ ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ബൈനോമിയൽ പ്രോബബിലിറ്റി കോൺസ്റ്റൻസ് ആയ എക്സ് ബാർ ഇസ് ഈക്വൽ ടു NPയും SD ഇസ് ഈക്വൽ ടു √NPQ എന്ന് പറയുന്ന ഫോർമുല വെച്ച് കണ്ടുപിടിക്കാം. So in this way we are fitting the observed frequency with the expected frequencies. I hope you all are clear with my explanation. Keep watching, do support for me. Thank you.